ഹലോ കൂട്ടുകാരെ, കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു കൂട്ടുകാരത്തിക്ക് ഉണ്ടായ ഒരു അനുഭവം എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അവളും ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച വേറൊരു കൂട്ടുകാരത്തിയും ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വേറൊരു കൂട്ടുകാരത്തിക്ക് തോന്നുകയാണ് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് വളരെ റിയാലിറ്റി ആണോ അതോ കാണിച്ചു കൂട്ടുന്ന കുറേ കാട്ടിക്കൂട്ടലുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഒരു ചെറിയ പാര വയ്ക്കുകയാണ്. പാര വെച്ചതിൻ്റെ പേരിൽ ഇവർ പരസ്പരം മിണ്ടാതാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഈഗോ രൂപപ്പെട്ടു. ഈഗോ രൂപപ്പെട്ടാലത്തെ പ്രശ്നം എന്താ? പരസ്പരം വാശി വരും. അത്രയും നാളും വളരെ സ്നേഹത്തിൽ എന്ത് എടുക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഫ്രണ്ടില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വെച്ചവരുടെ ഇടയിലേക്ക് ചെറിയൊരു പടക്കം പൊട്ടിച്ചിടാണ് വേറൊരു ഫ്രണ്ട്. പക്ഷേ ആ പടക്കത്തിന് ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു. ആ പടക്കം വളരെ അധികമായിട്ടത് പൊട്ടി വർഷങ്ങൾ കൊണ്ട് അവർ മെനഞ്ഞെടുത്ത ആ സൗഹൃദം അവിടെ ഇല്ലാതാവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ അവരെ കണ്ടുമുട്ടിയപ്പോൾ ഒരാളെ ഞാൻ കണ്ടുള്ളൂ. കണ്ടു കഴിഞ്ഞപ്പം മറ്റേ ഫ്രണ്ടിൻ്റെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തിരിച്ചും മറ്റവളും ഇതുപോലെ തന്നെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അത് സൗഹൃദമാകണമെന്നില്ല. ഒരു പ്രണയമാകാം, ഒരു ദാമ്പത്യ ജീവിതമാകാം, ഒരു കൂട്ടുകെട്ടാകാം, എന്തുമാകട്ടെ. നമ്മുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമാണ്. അധികം നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വാശിക്ക് വേണ്ടി മാറിയിരിക്കാതിരിക്കുക. കാരണം ആർക്കാണ് സ്നേഹക്കൂടുതൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരസ്പരം മിണ്ടാതായാൽ തൻ്റെ സാമീപ്യം ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തി അതിനെ മറികടക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പുതിയൊരു മേൽപ്പുറം അല്ലെങ്കിൽ പച്ച അണിഞ്ഞ മേൽപ്പുറം തേടിക്കൊണ്ട് ആ കൂട്ടുകാരനോ കൂട്ടുകാരത്തെയോ യാത്രയാകും. ആയതിനാൽ സ്നേഹബന്ധങ്ങൾക്ക് വില നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചുറ്റും കഴുകന്മാരാണ്. താങ്ക് യു.